സത്യത്തിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എത്ര നിസ്സാരമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എത്ര കോടി വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അത് കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണോ? ഇതാണോ BJPയുടെ ജനാധിപത്യ സംവിധാനം? അതും അവിടെ ആ കുട്ടികൾ, അവിടെ സമരം ചെയ്ത കുട്ടികൾ എന്ത് അക്രമമാണ് അവിടെ നടത്തിയത്? അവരെ നേരിട്ട് ഇത്ര ക്രൂരമായി മൃഗങ്ങളെ തല്ലുന്നത് പോലെ അതാണോ മോഡിയുടെ വിദ്യാർത്ഥികളോടുള്ള സമീപനം? ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹം ഇത് മാത്രമാണോ? അവിടെ ഇന്നലെയും അരങ്ങേറി ഇപ്പോൾ പറയുന്നു അവിടെ ഏതാണ്ട് പ്രധാനമന്ത്രിയുടെ വീടും ഏതാണ്ട് സുരക്ഷിത മേഖലയാണ്. അവിടെ പോയത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ്, MP-മാരാണ്, പാർലമെൻറ്റ് അകത്ത് സമരം നടത്താനുള്ള അവകാശമുള്ളവരാണ് ഇവർ. ആര് പറയുന്നു പാർലമെൻറ്റിൻ്റെ അകത്ത് പ്രധാനമന്ത്രിയുടെ വീടെന്ന് പറയുന്നത് എന്താണ്ട് വേറെ ഏതാണ്ട് രാജ്യത്താണോ? അല്ലല്ലോ. ഈ പ്രധാനമന്ത്രി ആരാ? ഇതുപോലെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ആ പ്രതിപക്ഷ നേതാവിന് അതുപോലെ തന്നെ സംരക്ഷണമുള്ള മേഖലയാണത്. വേറെ ആരും അവിടെ പോയില്ലല്ലോ. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ MP-മാരാണ് അവിടെ പോയത്, മുഖ്യമന്ത്രി അടക്കമുള്ളവരാണ് അവിടെ പോയത്. അവരെല്ലാം എന്താ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവരാണോ? അവിടെ ചെന്നത് എന്തിനാണ്? അവിടെ എന്തെങ്കിലും അക്രമം നടത്തിയോ? പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോയി ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യം? പ്രധാനമന്ത്രി എന്തോ ദന്തഗോപുരത്തിൽ ജീവിക്കുന്ന ആളാണോ? എന്ത് പ്രധാനമന്ത്രിയാണിത്? ഇത് മാത്രമാണ്, വിദ്യാർത്ഥികൾ മാത്രമാണ്. ഇപ്പോൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രിക്കെതിരെ, ഈ മോഡിക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കെതിരെ ആരൊക്കെയാണ്? എന്താ ഈ 29-ാം തീയതി കാണാൻ പോകുന്നു. തൊഴിലാളികളും 40 കോടിയോളം വരുന്ന തൊഴിലാളികൾ, 60 കോടിയോളം വരുന്ന കർഷകർ അവർ സംയുക്തമായി മാർച്ച് ചെയ്യുകയാണ് പാർലമെൻറ്റിലേക്ക്. അവിടെ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ജനങ്ങളെ പ്രതിനിധീകരിച്ച് ലക്ഷക്കണക്കിന് കഴിഞ്ഞ കർഷകരുടെ സമരം എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? ആ ബില്ല് പിൻവലിച്ചില്ലേ നിങ്ങൾ? അവിടെ ഇത് മാത്രമല്ല, അവിടെ തൊഴിലാളികൾ ഈ ഇത്രയും ജനങ്ങളെ ബാധിക്കുന്ന ഇത്രയും ഒരു നീറ്റ് പരീക്ഷ നേരെ ചൊവ്വ നടത്താൻ പറ്റാത്തതാണോ ഈ കേന്ദ്ര ഗവൺമെൻറ്? ആണോ? ഇതാദ്യമായിട്ടാണോ നീറ്റ് പരീക്ഷ ഇന്ത്യയിൽ നടക്കുന്നത്? വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതിൻ്റെ ഉത്തരവാദിത്വം ആ മന്ത്രി ഏറ്റെടുക്കണമെന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. വേറെ എന്തെങ്കിലും പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും രാജിവെക്കണോ? ആ നീറ്റ് പരീക്ഷ ഇത്രയധികം 20 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ആരാണ് ഉത്തരവാദി? അതിന് ആർക്കെങ്കിലും ഉത്തരവാദിത്തം വേണ്ട? അതല്ലേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇത്രയും നമ്മുടെ മുമ്പേ റെയിൽവേ ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ച കാര്യമൊക്കെ പറഞ്ഞു. ചെന്നൈയിൽ തമിഴ്നാട്ടിലൊരു ട്രെയിൻ അവിടെ നടത്തുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് രാജിവെച്ചിട്ടുള്ള മന്ത്രിമാരുള്ള സ്ഥലമാണിത്. അതുപോലെയാണോ ഇത്? ആ നീറ്റ് പരീക്ഷ നടത്താനുള്ള, കുറ്റമറ്റതായി നടത്താനുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാൻ സത്യത്തിൽ ആ പ്രധാനെന്ന് പറയുന്ന മന്ത്രിയെ ഞാൻ ഇത്രയും ഒറ്റ വാചകത്തിൽ തീരുമല്ലേ? ഈ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു, ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ? പ്രധാനമന്ത്രി ആവശ്യപ്പെടണ്ട, ആ മന്ത്രിക്ക് അങ്ങനെ തോന്നണ്ടേ? ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയാത്ത ആൾ എങ്ങനെയാണ് ഈ അവിടെ ചർച്ച നടക്കണമെന്ന്? കഴിഞ്ഞ 2 ദിവസം പാർലമെൻറ്റിൽ ചർച്ച നടത്താൻ വേണ്ടി അവസരം കൊടുത്തോ? അന്നേരം പാർലമെൻറ്റിൽ എടുത്ത നിലപാടെന്താ? ഇത് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നാണ്. അവസാനം ഇത്രയും അക്രമങ്ങൾ നടന്ന് ജനങ്ങൾ മുഴുവൻ, ഇന്ത്യയിലും ലോകത്തുമുള്ള ജനങ്ങൾ മുഴുവൻ, ലോകം മുഴുവൻ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോഡി എങ്ങനെയാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ നേരിടുന്നതെന്ന്. സത്യത്തിൽ അപമാനമല്ലേ? ഇങ്ങനെ ഒരു രാജ്യത്ത് ഇപ്പോഴും ഈ യുഗത്തിലും വിദ്യാർത്ഥികളെ ക്രൂരമായി പട്ടികളെ തല്ലി ചതയ്ക്കുന്ന പോലെ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവരവിടെ മുദ്രാവാക്യം വിളിച്ചതല്ലേ? അവർ പാട്ടുപാടി, അതല്ലേ ഇവർ ചെയ്ത തെറ്റ്? ജന്തർ മന്ദിറിന് അപ്പുറത്തേക്ക് നിങ്ങൾ കടക്കാൻ അവർ കടന്നോ? ജന്തർ മന്ദിറിനകത്ത് ഇത്ര 20 ദിവസമായി അവിടെ വാൻചോക്ക് അവിടെ നിരാഹാരം നടത്തുന്നു. ഏതെങ്കിലും ഒരു മന്ത്രിക്ക് തോന്നിയോ അവിടെ ഒന്ന് പോകണമെന്ന്? ആരെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്തോ? അവരോട് ചർച്ച ചെയ്യാം എന്ന് അവരോട് ചെന്ന് പറഞ്ഞോ? എന്താ നിങ്ങളുടെ പ്രശ്നങ്ങൾ, നമുക്ക് ചർച്ച ചെയ്യാം എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞോ? പ്രധാനമന്ത്രി അവിടെ പോയോ? ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് എന്താ? ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിൽ പ്രധാനമന്ത്രി നോർത്ത് കൊറിയയോ ചൈനയോ വല്ലോ ആണോ ഇന്ത്യ? ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? ഇത് ഞാൻ പറഞ്ഞ 20 കോടിയോളം വരുന്ന, അല്ലെങ്കിൽ ഇത്രയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ എന്താണ് ഇത്രയും കാലമായി പ്രധാനമന്ത്രി ഒരു അക്ഷരം പറഞ്ഞോ? കഴിഞ്ഞ ദിവസം ഏതാണ്ടൊന്ന് പറഞ്ഞു, ഞങ്ങൾ പരിഹരിക്കാം. ഈ വിദ്യാർത്ഥികൾ സമരം പ്രഖ്യാപിച്ചപ്പോൾ അവരെ വിളിക്കാമായിരുന്നല്ലോ പ്രധാനമന്ത്രിക്ക്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് അവരെ നേരിട്ട് വിളിച്ച് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണിത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നതല്ല, ഏത് ഭാഗത്താണ് ആ തെറ്റ് കാണിച്ചവരെ ഞങ്ങൾ ശിക്ഷിക്കും, ഞങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയാൻ, ഒരു നല്ല വാക്ക് പറയാൻ എന്തുകൊണ്ട് തോന്നിയില്ല പ്രധാനമന്ത്രിക്ക്? ഇതെന്താ? ഏത് രാജ്യത്താണ് ഈ ജീവിക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം ചോദിച്ചു, ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള അവരുടെ വികാര പ്രക്ഷോഭങ്ങളുമായി രംഗത്ത് വരാൻ പോവുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് ഞാൻ കാണുന്നത്. ശ്രീ ജി ദേവരാജൻ, ഇപ്പോൾ പ്രധാനമായും ഇത്തരം പ്രക്ഷോഭങ്ങൾ കണ്ടിട്ടാകണം സോനം വാങ്ചുക്ക് ഇപ്പോൾ നിരാഹാരം അവസാനിപ്പിക്കുന്ന നടപടികളിലേക്കൊക്കെ വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്,
പാർലമെൻറ്റിൽ ചർച്ചയാകാം എന്ന രീതിയിൽ നിലപാട് മാറ്റത്തിലേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഫലം കണ്ടു എന്ന് തന്നെ പറയാം. കാരണം ഇത്തരത്തിൽ ഫാസിസ്റ്റ് രീതി, അടിച്ചമർത്തുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ശ്രീ ബാബു ദിവാരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോദി എങ്ങനെയാണ് കുട്ടികളെ നേരിടുന്നതെന്ന്. ഇനിയിപ്പോൾ പതുക്കെ അയയുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഞാൻ അതിന്റെ ഒരു മറുപടിയിൽ വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണദാസ് ഞാൻ പറഞ്ഞതിന് മറുപടിയായി കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഞാൻ ഈ ഇടയ്ക്ക് ഈ ചർച്ചകളിൽ സംസാരിക്കുന്ന ഒരു ശീലം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാനതെല്ലാം അദ്ദേഹം പറഞ്ഞതെല്ലാം കേട്ടത്. ഒന്നാമത്തെ അദ്ദേഹം പറഞ്ഞത് ഈ ജന്തർ മന്ദിർ ചുരുങ്ങിയത് ഇപ്പോഴാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ജന്തർ മന്ദിർ പാർലമെന്റിലേക്ക് പോകുന്ന 2 റോഡുകളാണ്. ഒന്ന് നമ്മുടെ ജന്തർ മന്ദിറിൽ നിന്ന് കേരള ഹൗസിന്റെ മുമ്പിൽ നിന്ന് വരുന്ന ഒരു റോഡ് അശോക റോഡിലേക്ക് എത്തുക എന്നുള്ളത്. 2 ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനും റിസർവ് ബാങ്കും ഒക്കെ അടങ്ങുന്ന മറ്റൊരു റോഡുണ്ട്. നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള ആ റോഡില് നമുക്ക് ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ റാലികൾ നടത്തിയിട്ടുണ്ട്. പല പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ട ഒരാളാണ്. പക്ഷെ ഇപ്പോഴാണ് ആ റോഡ് കൂടി ബ്ലോക്ക് ചെയ്തിട്ട് ഈ ജന്തർ മന്ദിർ മാത്രമാക്കി ചുരുക്കിയത് ശ്രീ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ്. അത് തന്നെ ആ ജന്തർ മന്ദിറിലെ റോഡ് കട്ടിങ് തുടങ്ങുന്നിടത്ത് തുടങ്ങി ഏതാണ്ട് ആ ജനതാദളിന്റെ പഴയ ഒരു ഓഫീസുണ്ട് അവിടം വരെയാക്കി ചുരുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ പണ്ടേ സുപ്രീം കോടതി പറഞ്ഞ ജന്തർ മന്ദിറിലേക്ക് മാത്രമായതല്ല. പാർലമെന്ററി സ്ട്രീറ്റ് എന്ന് പറയുന്ന ആ സ്ട്രീറ്റിലേക്കുള്ള പ്രതിഷേധം ഇപ്പം നടത്താൻ സമ്മതിക്കുന്നില്ല. അവിടെ ആളുകൾ വരാൻ സമ്മതിക്കില്ല, അവിടെ മൈക്ക് വയ്ക്കാൻ സമ്മതിക്കില്ല, ഷെഡ് കെട്ടാൻ സമ്മതിക്കില്ല, സ്റ്റേജ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒന്നാമത്തെ കാര്യം എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് അതാണ്. 2, അദ്ദേഹം പറഞ്ഞത് ഈ പോലീസ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നേരിടുന്നത്. അത് കേരളത്തിലായാലും ഡൽഹിയിലായാലും എവിടെ ആയാലും ഒരു പോലീസ് റിറ്റാലിയേഷൻ വരുന്നത് എപ്പോഴാണ്? നമ്മുടെ മുൻ മന്ത്രി ബാബു ദിവാരൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഒരു പോലീസ് റിറ്റാലിയേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? പോലീസിന് നേർക്കൊരു ആക്രമണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ പ്രക്ഷോഭകാരികൾ അക്രമത്തിലേക്ക് തിരിയുകയോ ചെയ്യുമ്പോഴാണ് പോലീസിന്റെ ആക്ഷൻ ഉണ്ടാവുക. നമ്മൾ ഈ കണ്ട വീഡിയോയിൽ എവിടെയെങ്കിലും ഈ കുട്ടികൾ പോലീസുമായി ഏതെങ്കിലും തരം തർക്കത്തിലേക്ക് പോകുന്നുണ്ടോ? എവിടെയെങ്കിലും പോലീസ് ഇവര് കൺഫ്രണ്ടേഷനിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ ഇവിടെ നിൽക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ നിന്നു. നിങ്ങൾ ഇവിടെ സ്റ്റേജ് കെട്ടാവൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ സ്റ്റേജ് കെട്ടി. നിങ്ങൾ ഇവിടെ നിന്ന് മാത്രമേ വെള്ളം എടുക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ നിന്നു. അപ്പൊ അവരൊരു ഒരു ഒരു കോൺഫ്രണ്ടേഷന് പോകാൻ, ഒരു തർക്കത്തിന് പോകാൻ ഈ സമരത്തിന് വന്ന കുട്ടികൾ തയ്യാറായില്ല. കാരണം വേറൊന്നുകൊണ്ടല്ല, അവർക്ക് ഈ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രം പോലും അറിയില്ല. ഇതെന്താണ് എവിടെയാണെന്നുള്ളതൊന്നും പോലും അറിയാത്ത കുട്ടികളാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഇത് എങ്ങോട്ട് ഓടണം എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല. അതാണ് നമ്മുടെ ഈ കൊണാട്ട് പ്ലേസിൽ സമരം ചെയ്ത് അവിടെ ആളുകൾ കൂടിക്കഴിഞ്ഞപ്പോൾ പോലീസ് ലാത്തിചാർജ് ചെയ്തപ്പോൾ അവർക്ക് ഓടിക്കയറിയത് ബംഗ്ലാ സാഹിബ് ഗുരുദ്വാരയിലാണ്. അവിടെയാണ് അവർ അഭയം തേടിയത്. പല സംഘടനകളുടെയും ഓഫീസുകൾ തുറന്നു കൊടുത്ത് അതിനു വേണ്ടിയിട്ടാണ്. കുട്ടികളാണ് ഇവരെല്ലാവരും. അപ്പൊ ആ അർത്ഥത്തിൽ പോലീസ് മാത്രമല്ല ഉണ്ടായിരുന്നത് ശ്രീകൃഷ്ണദാസ്, പോലീസ് മാത്രമല്ല, സിവിലി ഒരൊറ്റ പോലീസ്, ഞാനവിടെ പോയി കണ്ടതാണ്, ഒരൊറ്റ പോലീസുകാരന്റെയും പാരാമിലിറ്ററി ഉദ്യോഗസ്ഥന്മാരുടെയും കയ്യിൽ ലാത്തിയും തോക്കുമായി നിന്ന് ഒരാളിന്റെ പോലും നെയിം പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല. ഒറ്റ ഒരാളിന് പോലും നെയിം പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല. പലരും ആവർത്തി ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഉദ്യോഗസ്ഥനാണോ? എങ്കിൽ നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾ ഏത് ഡിവിഷനിൽപ്പെട്ട ആളാണ്? ഏത് ബറ്റാലിയനിൽപ്പെട്ട ആരാണ്? തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു. അതുപോലെ തന്നെ പോലീസുകാരല്ലാത്ത RSSൽപ്പെട്ടവരും BJPയിൽപ്പെട്ടവരും സംഘപരിവാറിനുമായി ബന്ധമുള്ള ചെറുപ്പക്കാർ, അവർ പോലീസിന്റെ ലാഠിയുമായിട്ടാണ് അവിടെ നിന്നത്. അവരാണ് തുടക്കത്തിൽ അടി തുടങ്ങിയത് പല സ്ഥലങ്ങളിലും. അപ്പൊ അതുകൊണ്ട് പോലീസ് ആക്ഷൻ ന്യായീകരിക്കുക എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് ഭൂഷണമായ ഒന്നല്ല എന്നുകൂടി ഞാൻ ഇവിടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു. 2, അദ്ദേഹം പറഞ്ഞത് ഈ നീറ്റ് പരീക്ഷയുടെ കാര്യം മാത്രമാണ്. അതല്ല, 7.5 കോടി എന്ന് പറഞ്ഞ സംഖ്യ ഞാൻ ഒരിക്കൽ കൂടി ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 7.5 കോടി വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾ, അതാണല്ലോ പ്രശ്നം. അത്രയും പേരുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആശങ്കയുടെ പ്രതിഫലനമാണ് നമ്മളിപ്പോൾ ഈ രാജ്യത്തെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് സീരിയസ് ആയ ഒരു വിഷയമാണെന്ന് കണ്ട് അത് അഡ്രസ്സ് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം ഒരു ഗവൺമെന്റിനുണ്ട് എന്നുള്ളതാണ്. ശ്രീ ബാബു ദിവാരൻ ചൂണ്ടിക്കാണിച്ചതും അത് തന്നെയാണ്. അത് ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രധാനം. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നു, ഈ വിഷയത്തിൽ ഞങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്, ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയെ മാറ്റി നിർത്തും തൽക്കാലം, എന്നിട്ട് ഞങ്ങൾ അന്വേഷിക്കുന്നു. കാരണം നിങ്ങൾ ഈ പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം നടക്കുമ്പോഴും ആ അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു പൊസിഷനിലാണ് ഈ ക്രമക്കേടുകൾ നടക്കുമ്പോൾ അതിന് അധ്യക്ഷത വഹിച്ച മന്ത്രി ഇരിക്കുന്നത്. അദ്ദേഹത്തെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു അന്വേഷണത്തിൽ എന്ത് വിശ്വാസ്യതയാണ് ഉണ്ടാവുക, എന്ത് യുക്തിയാണ് ഉണ്ടാവുക? അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയും. കാരണം ഈ ഈസ് എ ക്യാബിനറ്റ് മിനിസ്റ്റർ. ഈ രാജ്യത്തൊരു ക്യാബിനറ്റ് മിനിസ്റ്ററാണ് അദ്ദേഹം.
അപ്പൊ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ഈ പറഞ്ഞ മുഴുവൻ തട്ടിപ്പുകളും നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പരാതി, എന്നുള്ളതാണ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ആശങ്ക. അദ്ദേഹത്തെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് നടത്തുന്ന ഈ അന്വേഷണത്തിന് എന്ത് വിശ്വാസ്യതയാണ് ഉണ്ടാവുക? മാത്രവുമല്ല, ഇത് കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണ് CBI എന്ന് പറഞ്ഞത് ആരാണ്? സുപ്രീം കോടതിയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ എത്രത്തോളം ഉണ്ടാകുന്നൊക്കെയുള്ള ആശങ്ക ആർക്കും ഉണ്ടായില്ലേ? എന്നിട്ട് ആ മന്ത്രിയെ പോലും മാറ്റി നിർത്താതെ ഒരു അന്വേഷണം നടത്തിയാൽ എന്ത് വിശ്വാസ്യതയാണ് ഉണ്ടാവുക എന്ന് സംശയിച്ചാൽ നിങ്ങൾക്ക് ഒരു കുറ്റം പറയാൻ പറ്റുമോ? അതാണ് അതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് പറയുന്ന കാര്യം. 3, ചർച്ചയ്ക്ക് തയ്യാറായിരുന്നല്ലോ, ഞങ്ങൾ ചർച്ച ചെയ്യാമായിരുന്നു, പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ള മറ്റൊരു ചോദ്യം വരുന്നത്. എന്താണ് സംഭവിച്ചത്? ഈ വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് പറയുന്നു. ഞാൻ ആ പാർലമെന്റ് മാർച്ച് തുടങ്ങുന്ന സമയം മുതൽ വൈകുന്നേരം വരെ ഞാൻ അവിടെ ജന്തർ മന്ദിറിൽ ഉണ്ടായിരുന്ന ആളാണ്. ആ പ്രദേശത്ത് ഞാൻ അവിടെ നീങ്ങി നിന്ന ആളാണ്. പാർലമെന്റ് മാർച്ചിന് അനുവാദം കൊടുത്തില്ല. പക്ഷെ അവസാനം ഈ പാർലമെന്റിന്റെ അവിടം വരെ ജനം അറിയാതെ കുട്ടികൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം നിൽക്കാൻ ഇടമില്ലാത്ത തരത്തിൽ ആ സ്ഥലം കവിയുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പാർലമെന്റിന് ഏതാണ്ട് അടുത്തേക്ക് ഇവർ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് ജനക്കൂട്ടം അവിടെ എത്തിയത്. അതുകൊണ്ട് കാണേണ്ട കാഴ്ചയായിരുന്നു അത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ തടയുകയാണ്. അപ്പോഴാണ് ചർച്ചയ്ക്ക് തയ്യാറാണ്, വന്നോളാൻ പറയുന്നത്. അങ്ങനെയാണ് ചർച്ചയ്ക്ക് ചെല്ലുന്നത്. ഇവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇത് അംഗീകരിക്കാതെ തിരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രൂട്ടലി ലാത്തിചാർജ്. ഈ ലാത്തിചാർജ് നടത്തി ഇത്തരത്തിൽ ആക്രമണം നടന്നു കഴിഞ്ഞപ്പോഴാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് ഇടപെടാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അവർ ഈ പറഞ്ഞ രീതിയിൽ ആഘോഷത്തിനല്ല ഇപ്പോൾ നമ്മൾ മുതിരേണ്ടുന്നത്, ജന്മദിനാഘോഷത്തിനല്ല മുതിരേണ്ടുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതാ തെരുവിൽ കിടന്ന് പോലീസിന്റെ ക്രൂരമായ ലാത്തിചാർജിന് വിധേയമാകുന്നു. അതുകൊണ്ട് ഇതിന് ഉത്തരവാദികളായ ആളുകൾ മൗനം പാലിക്കുമ്പോൾ, പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാൻ അനുവദിക്കാതെ ഒരു മൗനം പാലിക്കുമ്പോൾ നമ്മുടെ പ്രതിഷേധം തെരുവിൽ രേഖപ്പെടുത്തണം. അത് നമ്മൾ കൂടി ജന്തർ മന്ദിറിലേക്ക് പോവുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനക്കൂട്ടം ഉണ്ടാവും. അതുകൊണ്ട് പ്രധാനമന്ത്രിയോട് പറയുക, ഇതാണ് അതിന്റെ യുക്തി. അവിടെ ചെല്ലുന്നു. അപ്പോഴാണ് 2 മന്ത്രിമാര് വരുന്നത്, രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുന്നു, ചർച്ച ചെയ്യാം. ആ ചർച്ച എങ്ങനെയാണ്, ഏത് കണ്ടീഷനിലാണ് ചർച്ച നടത്തുക എന്ന് ചോദിച്ചപ്പോഴാണ് ആ ചർച്ച ഞാൻ പ്രധാനമന്ത്രിയോട് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് പിരിയുന്നത്. എന്നാൽ പിന്നെ അത് ആലോചിച്ചിട്ട് വരൂ, ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സമരം പിൻവലിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് പോലീസ് ബലം പ്രയോഗിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ വലിച്ചിഴച്ച് വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ആ ചിത്രം നമ്മൾ കാണുന്നത്. ജനാധിപത്യത്തെ ഏത് രീതിയിലാണ് കശാപ്പ് ചെയ്യപ്പെട്ടത് ഡൽഹിയിലെ തെരുവീതിയിൽ എന്നുള്ളത് ഇന്നലെ ലോകം മുഴുവൻ കാണുകയും ചെയ്തു. ചർച്ചയ്ക്ക് വേണ്ടി ചെന്നപ്പോഴുള്ള അവസ്ഥ എന്താണ്? ചർച്ച എന്ന് പറയുന്ന പാർലമെന്റിലെ ചർച്ചയ്ക്ക് എന്താണ്? പിന്നെയും നടക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞല്ലോ പാർലമെന്റ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. പാർലമെന്റിലെ സംഭവങ്ങൾ അറിയാവുന്ന പരിണിതപ്രജ്ഞനായ ഒരാൾ കൂടിയാണ് ഇവിടെ ഇരിക്കുന്ന ശ്രീ ബാബു ദിവാകരൻ. ഇവര് പറയുന്ന ഒരു കോളിംഗ് അറ്റൻഷൻ ആകാം. കോളിംഗ് അറ്റൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചർച്ചകളുടെ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്. മറിച്ച് ആവശ്യപ്പെട്ടത് എന്താണ്? അഡ്ജർമെന്റ് മോഷനാണ്. അതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും സഭയുടെ വിഷയങ്ങൾ നിർത്തിവെച്ചിട്ട് ഈ വിഷയം മാത്രമായി ചർച്ച ചെയ്യണം. അതാണ് അഡ്ജർമെന്റ് ചെയ്തിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത്. അതാണ് ആവശ്യപ്പെട്ടത്. കാരണം അത്തരം പ്രാധാന്യമുള്ള വിഷയമല്ലേ ഇത്. അതെ, അത്രത്തോളം ഈ പാർലമെന്റ് നിർത്തിവെച്ചിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രാധാന്യം ഈ വിഷയത്തിനില്ലേ? അതുകൊണ്ട് ആ രീതിയിലൊരു ചർച്ച വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നല്ലോ, ചർച്ച ചെയ്യാൻ വരുന്നില്ലല്ലോ എന്ന് പറയുന്നതല്ലല്ലോ എന്റെ വിഷയം. ആ രീതിയിലുള്ള ഒരു ചർച്ച പാർലമെന്റിൽ നടത്താൻ അനുവാദം കൊടുത്തില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. പിന്നെ ഈ വിഷയം തീരുമോ എന്നുള്ളതാണ്. വിഷയം തീരും എപ്പോഴാണ്? ഈ തട്ടിപ്പുകൾക്ക് അധ്യക്ഷത വഹിച്ച ഇതിന്റെ മന്ത്രി, തട്ടിപ്പുകൾക്ക് അധ്യക്ഷത വഹിച്ചത് ഞാൻ ആലങ്കാരികമായി പറഞ്ഞത്, ഈ തട്ടിപ്പുകളൊക്കെ നടക്കുമ്പോൾ ഈ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ആൾ എന്ന അർത്ഥത്തിലാണ്. അദ്ദേഹത്തെ ആ പദവിയിൽ നിന്നും മാറ്റി നിർത്തുക, സമരം അവസാനിക്കും. കാരണം അതുവരെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ സർക്കാരിന്റെ കാര്യങ്ങൾ മുറപടി പോലെ നടക്കും എന്നുള്ളത് നടക്കട്ടെ. പിന്നെ ഇപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് മറ്റു ചില ആവശ്യങ്ങൾ കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. ഒന്ന്, 20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്തത്? അവർക്ക് ആ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചു പഠിച്ചു പരീക്ഷ എഴുതിയതിനു ശേഷം പരീക്ഷകൾ റദ്ദ് ചെയ്യപ്പെടുന്നു, ചോദ്യപേപ്പറുകൾ ചോർന്നു പോകുന്നു, നിയമനങ്ങൾ നടക്കുന്നില്ല, എന്തായിരിക്കും ഞങ്ങളുടെ ഭാവി എന്നുള്ള ഉത്കണ്ഠയും ആകാംക്ഷയും ആശങ്കയിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഓരോ കുടുംബത്തിന്റെയും പ്രതീക്ഷയാണ്. അവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകണം. അത് പ്രധാനപ്പെട്ട ആവശ്യം. വ്യക്തമാണ്. ശ്രീ പി കൃഷ്ണദാസ് ഈ പറഞ്ഞതുപോലെ പോലീസിൻ്റെ നരനായാട്ടാണ് നടന്നത്. കാരണം ഇപ്പോൾ ശ്രീ ജി ദേവരാജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുട്ടികൾ യാതൊരു വിധത്തിലുള്ള പോലീസ് എന്ന് പറയുന്നത് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ബാരിക്കേഡിനുള്ളിലേക്ക് ചാടിക്കടക്കുമ്പോൾ, കല്ലെറിയുമ്പോഴൊക്കെയാണ് പോലീസ് അത്തരത്തിലുള്ള നരനായാട്ടം നടത്തുന്നത്. അതുമാത്രമല്ല, അനിതര സാധാരണമായൊരു സംഭവമാണ് നടന്നത്. അതുമാത്രമല്ല, ഇതിലേക്ക് വന്നിട്ടുള്ളത് ജനപ്രതിനിധികളാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് വന്നത്, അല്ലാതെ ഭീകരവാദികളോ അക്രമകാരികളോ അല്ല.
അപ്പോൾ എന്ത് ജനാധിപത്യ മര്യാദയാണ്. അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒരു 2 മിനിറ്റ് പോലും അതിന് അനുമതി കൊടുത്തില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ, അതായത് പ്രിയങ്ക ഗാന്ധിയൊക്കെ പുരുഷ പോലീസിനെ കൊണ്ട് നേരിടുന്നു. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഇത്. ബിനു, ഞാൻ നേരത്തെ എൻ്റെ സമയത്ത് ഞാൻ സൂചിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട ശ്രീ ദേവരാജൻ വീണ്ടും അത് ആവർത്തിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്. ശ്രീ ദേവരാജൻ, ഞാൻ പറഞ്ഞത് ജന്തർ മന്ദിറിൽ അത് ചുരുക്കിക്കൊണ്ടുവന്നു, അത് മോഡി ഗവൺമെന്റ് ആണ് എന്ന് അങ്ങ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1993-ൽ 1988-ൽ നടന്ന കർഷക പ്രക്ഷോഭങ്ങളുടെയും മറ്റ് പ്രക്ഷോഭങ്ങളുടെയും സാഹചര്യത്തിൽ ഡൽഹിയിലെ പാർലമെന്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റിന്റെ സമീപത്തുള്ള ബോട്ട് ക്ലബിന്റെ ഭാഗത്തുള്ള സമരവേദികളെല്ലാം തന്നെ ജന്തർ മന്ദിറിലേക്ക് മാറ്റിയത് നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. 1993-ലാണ്. അത് BJP ഗവൺമെന്റ് അല്ല, അത് നരേന്ദ്രമോദി ഗവൺമെന്റുമല്ല. അങ്ങക്ക് എത്രയോ കാലങ്ങളായിട്ട് അറിയുന്നതാണ്. 2014-ന് ശേഷമാണോ ജന്തർ മന്ദിറിൽ സമരങ്ങൾ നടക്കുന്നത്? 94-ലും 95-ലും 96-ലൊക്കെ ഞങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി സമരത്തിന് പോകുമ്പോഴും ഒക്കെ ജന്തർ മന്ദിറിൽ മാത്രമേ സമരം നടത്താൻ കഴിയൂ. 93 മുതലാണ് അത് കൊണ്ടുവന്നത്. ശ്രീ നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് ആണ്. മറ്റൊന്ന്, അദ്ദേഹം സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മളുടെ സംസാരത്തിനിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സുപ്രീം കോടതി പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞൊരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കേട്ടിരിക്കുന്നവരെന്താ ധരിക്കുക, ഇപ്പൊ നരേന്ദ്രമോദി സർക്കാരിനെതിരെ അങ്ങനെ ഒരു ആരോപണം സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ളതാണ്. പേജ് പാരറ്റ് സ്പീക്കിംഗ് ഇൻ ഇറ്റ്സ് മാസ്റ്റേഴ്സ് വോയ്സ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ശ്രീ ദേവരാജൻ അറിയാത്ത കാര്യമല്ല ഏത് കേസിലാണ് എന്നത്. പക്ഷെ അദ്ദേഹം അത് കൃത്യമായി നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ പറഞ്ഞതാണ് എന്ന് പറയാതെ പറയുകയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർ എന്താ ധരിക്കുക, അങ്ങനെയാണെന്നല്ലേ ധരിക്കുക. ഇത് ഏത് കേസിലാണ് ശ്രീ ദേവരാജൻ പറഞ്ഞത്? 2013-ലെ കോൾഗേറ്റ് സ്കാം കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിങ്ങൾ CBI ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞതും ഇതേ മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെതിരെയാണ്, അല്ലാതെ BJP ഗവൺമെന്റിനെതിരെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സുപ്രീം കോടതി പറഞ്ഞു എന്ന് പറയുന്നതും ജന്തർ മന്ദിറിലെ സമരവേദി എന്ന് പറയുന്നതൊക്കെ ഞങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളല്ല, അതൊക്കെ കോൺഗ്രസിന്റെ കാലഘട്ടങ്ങളിലെ സാഹചര്യങ്ങളെ സംബന്ധിച്ചാണ്. ഇനി ബിനു ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ശ്രീ ബിനു, ഞാൻ തുടക്കത്തിൽ തന്നെ എന്റെ ഭാഗം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈ പരീക്ഷയുടെ തുടക്കം മുതൽ അത് തുടങ്ങി 4 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള എല്ലാ ക്രമക്കേടുകളും അന്വേഷിക്കുകയും അതിൽ കുറ്റക്കാരെന്ന് കണ്ടവരെ കൽത്തുറുങ്കിലടക്കുകയും നടപടികൾ സ്വീകരിക്കുകയും കൃത്യമായ രീതിയിൽ വീണ്ടും പരീക്ഷ നടത്തുകയും റിസൾട്ട് പ്രഖ്യാപിക്കുകയും അഡ്മിഷൻ പ്രൊസീജിയറുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഈ ജൂലൈ 16-ാം തീയതി അതിന്റെ റിസൾട്ട് വന്നു. ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അത് പാസ്സായി അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു, അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് കടക്കുന്നു. അപ്പോ കോൺഗ്രസിന് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, പ്രതിപക്ഷ പാർട്ടികൾക്ക് അവകാശമുണ്ട്. ശ്രീ ബാബു ദിവാകരൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ അവരുടെ അവകാശത്തെയോ അധികാരത്തെയോ ആരും ചോദ്യം ചെയ്യുന്നില്ല. ഒരാളും അതിനെ തടസ്സം നിൽക്കാനോ തർക്കിക്കാനോ നിൽക്കുന്നില്ല. പക്ഷേ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇറങ്ങി വന്ന് സംസാരിച്ചു? അദ്ദേഹം സംസാരിക്കുന്നുണ്ടല്ലോ, ആരോടാ സംസാരിക്കാത്തത്? പാർലമെന്റിനകത്തും MP-മാരെ കാണുന്നുണ്ട്, പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏത് പ്രധാനമന്ത്രിയാണ് ശ്രീ ബാബു ദിവാകരൻ? അങ്ങ് എത്രയോ കാലങ്ങളായി കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഉള്ള ആളാണ്. ഏത് പ്രധാനമന്ത്രിയാണ് സമരക്കാരോട് നേരിട്ട് പോയി സംസാരിച്ചിട്ടുള്ളത്? അങ്ങൊന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കാം, പ്രേക്ഷകർക്ക് മനസ്സിലാവുമല്ലോ. ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, ചർച്ചകൾ നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചകൾ നടക്കും. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പ്രതിഷേധവും പ്രക്ഷോഭവുമായി വന്ന സമയത്ത് അദ്ദേഹത്തെ മന്ത്രിമാർ പോയി കണ്ടു, അദ്ദേഹത്തോട് സംസാരിച്ചു. ആദ്യം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്, നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആദ്യം ഒരു ആവശ്യം ഉന്നയിച്ചു, ആ ആവശ്യം അംഗീകരിക്കാമെന്ന് പറഞ്ഞു, പാർലമെന്റിൽ ചർച്ചയാകാമെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ആവശ്യം ഉന്നയിച്ചു, ആ ആവശ്യം അംഗീകരിച്ചു. അപ്പൊ മൂന്നാമത്തെ ആവശ്യം ഉന്നയിച്ചു. ശ്രീ ദേവരാജൻ അതല്ലേ സൂചിപ്പിച്ചത്, ഞങ്ങൾക്ക് ഒരാവശ്യങ്ങളല്ല, ഞങ്ങൾക്ക് പല ആവശ്യങ്ങൾ ഉണ്ടാകാം. ഒരാവശ്യം അംഗീകരിക്കുമ്പോൾ അടുത്ത ആവശ്യം ഉന്നയിക്കുക, ആ ആവശ്യം അംഗീകരിക്കുമ്പോൾ അടുത്ത ആവശ്യം ഉന്നയിക്കുക. അപ്പൊ ആവശ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക, അതെല്ലാം സർക്കാരുകൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുക. അതിന് തെറ്റൊന്നുമില്ല. ഏത് ജനാധിപത്യ പ്രക്രിയയിലുള്ള സർക്കാരിനെ സംബന്ധിച്ചും പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ബോധ്യവും അതിനുള്ള നടപടിക്രമങ്ങൾ നടത്തി തീർക്കാനുള്ള ചുമതലയും ഉള്ളവരാണ് ഗവൺമെന്റിൽ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. അതിൽ യാതൊരു ഉത്തരവാദിത്വ ബോധക്കുറവും അതൊന്നും ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇതൊന്നും
ബിനു അതെന്താണെന്നറിയോ, ഇവർക്ക് ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പൊ അവർക്ക് മനസ്സിലായിട്ടുള്ളത് അവർ പ്രതിഷേധവും പ്രക്ഷോഭവും നടത്തുന്നതുകൊണ്ടാണ് ഇതൊക്കെ നേരെ ചൊവ്വേ നടക്കണേ എന്നുള്ളതാണ്. അങ്ങനെയല്ല, അതാ ഞാൻ സൂചിപ്പിച്ചത്. CBI മുട്ടിലെടുത്ത് തത്തയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അത് BJPയുടെ കാലഘട്ടത്തിലാണ് ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ മൻമോഹൻ സിംഗിന്റെ ഭരണകാലഘട്ടത്തിലാണ് എന്ന് വിശ്വസിക്കാത്ത ആളുകളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരോടൊന്നും പറയാൻ കഴിയില്ല. ഇനി ഞാൻ അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്, ഈ കുറ്റക്കാർ അകത്താക്കപ്പെട്ടിരിക്കുന്നു, കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു, കുറ്റക്കാർ ജയിലിലാക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭ സമരം വ്യക്തമാണ്. ശ്രീ ബാബു ദിവാരൻ, ഈ കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഈ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിക്ക് മാത്രം പാർലമെന്റിൽ പ്രക്ഷോഭം ചെയ്യാനുള്ള സ്ഥലമല്ല. അവിടെ പാർലമെന്റിൽ എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിനും ഈക്വൽ റൈറ്റ്സ് ഉള്ള സ്ഥലമാണ് പാർലമെന്റ്. ഈ ഒരു വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമില്ലേ? ഞാൻ പറയട്ടെ, ഈ പ്രശ്നം അന്ന് തീരുമായിരുന്നു. ഞാൻ പറഞ്ഞ പ്രധാനമന്ത്രി ഇറങ്ങി വന്ന് സമരക്കാരെ കാണണമെന്നല്ല. ആദ്യത്തെ പാർലമെന്റ് തുടങ്ങുന്ന ദിവസം ഈ പ്രശ്നം ഉന്നയിക്കാൻ പോകുന്നു എന്നുള്ള അറിയാമല്ലോ. ആദ്യമേ തന്നെ പറയണം, നമുക്കത് ചർച്ച ചെയ്യാം, അത് ചർച്ച ചെയ്തതിന് ശേഷം മതി ബാക്കി. ഈ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇത്രയും നടപടികൾ എടുത്തിട്ടുണ്ട്, ഇനി എന്ത് നടപടികളാണ് വേണ്ടതെന്ന് പ്രതിപക്ഷം പറയൂ, ഞങ്ങൾ അതിന് ചർച്ചയ്ക്ക് തയ്യാറാണ്. തീർന്നില്ലേ പ്രശ്നം? ആദ്യത്തെ പാർലമെന്റ് തുടങ്ങുന്ന ദിവസം പ്രധാനമന്ത്രി പറയാണ്, ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ പ്രധാൻ രാജിവെക്കണമെന്നാണല്ലോ. ഈ വിഷയം പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാനുള്ള സ്ഥലമാണ്. അത് മോഡിയുടെ ഏതാണ്ട് കുടുംബസ്വത്തൊന്നും അല്ല ഈ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ മട്ടും ഭാവമെല്ലാം ഞങ്ങൾ തീരുമാനിക്കും എന്ത് ചർച്ച ചെയ്യണം, എന്ത് ചർച്ച ചെയ്യേണ്ടത്. വേണേ വന്നിരുന്ന് മല്ലെങ്കിലും പറഞ്ഞിട്ട് വയ്ക്കോ, ആ സമീപനമാണ് എടുക്കുന്നത്. അതാണ് തെറ്റെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരു പ്രധാനമന്ത്രി സമരസ്ഥലത്തേക്ക് ഇറങ്ങി വരണ്ട. പ്രധാനമന്ത്രിക്ക് വിളിക്കാമല്ലോ. ഇത്രയും വലിയൊരു ദേശവ്യാപകമായി ഇത്രയധികം അറിയാമല്ലോ. ഈ CJPയുടെ പ്രവർത്തന ഏകദേശം 6 കോടിയോളം വിദ്യാർത്ഥികളാണ് അതിൽ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഇത്രയും ജനകീയമായ ഒരു പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിക്ക് എന്താ അവരുടെ നേതാക്കന്മാരെ വിളിച്ച് പ്രധാനമന്ത്രിയുടെ 3 മിനിറ്റ് മതിയല്ലോ, ഞാൻ നിങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു, ശക്തമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്, നിങ്ങൾ അതുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൽ പിന്തിരിയണം. എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് പറഞ്ഞുകൂടാ? എവിടെയാണ് അദ്ദേഹത്തിന്റെ വലിപ്പം കുറയുന്നത്? അങ്ങനെയൊക്കെയാണ് ജനാധിപത്യത്തിൽ. അതാണ് പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാകണം. അതാണ് ജനാധിപത്യം. അല്ലാതെ ഞങ്ങൾ പറയുന്നത് വേണമെങ്കിൽ കേട്ടോണ്ട് വയ്ക്കോ. എത്ര നിയമങ്ങളാണ് പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ നിങ്ങൾ പാസ്സാക്കി എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ലേബർ കോഡുകൾ വന്നു, ആരെങ്കിലും ചർച്ച ചെയ്തോ? ഇവിടെ എന്താ ഇതിന്റെ പ്രശ്നം? കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം 600 തൊഴിലാളികളെ ഒരു ദിവസം രാവിലെ പറഞ്ഞയച്ചു. ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ നോക്കുമോ? അവർ പറഞ്ഞു ഞങ്ങൾ ലേബർ കോഡ് അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നതെന്ന്. എന്തെങ്കിലും മറുപടി ഉണ്ടോ ഇവർക്ക്? ഇതുപോലെ ഇപ്പം തന്നെ ഈ പ്രശ്നം എത്ര ലഘുവായിട്ട് കൈകാര്യം ചെയ്യാൻ അവിടെ വാഞ്ചൂക്ക് സമരം തുടങ്ങി. പ്രധാനമന്ത്രി വരണ്ട, പ്രധാനമന്ത്രിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അവിടെ വന്ന് അദ്ദേഹവുമായി ചർച്ച ചെയ്തു. ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് തയ്യാറാണ്. പാർലമെന്റ് തുടങ്ങുന്നു. പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് അങ്ങോട്ട് പറയണ്ടേ, ഞങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, നമുക്ക് ഇത്ര മണിക്കൂർ ചർച്ചയ്ക്ക് വെക്കാം. എന്താണ് നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം പറയാമല്ലോ. ഞങ്ങൾ അതിനകത്ത് ശക്തമായ നടപടികൾ എടുത്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യാൻ വെക്കുന്നു. ഈ നീറ്റ് പരീക്ഷ ഇത്രയും കുറ്റമറ്റതായി നടക്കുന്നതിന് നിങ്ങൾക്ക് പറയാനുള്ള സജഷൻസ് കൂടി കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇത് പ്രശ്നം, അല്ലാതെ ഞങ്ങളുടെ വാശിയും വൈരാഗ്യവും ഞങ്ങളുടെ അഹംഭാവവും അല്ല എന്നല്ലേ പറയുന്നത്. ശ്രീ ജി ദേവരാജൻ, ഈ 3 തവണ അധികാരം വന്നപ്പോൾ അധികാരത്തിൻ്റെ മത്ത് പിടിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ 400 സീറ്റൊക്കെ നീട്ടിയിരുന്നെങ്കിലുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അടി തെറ്റിയിരിക്കുന്നു. കാരണം ഇപ്പോൾ പാർലമെൻറ്റിൽ ചർച്ചയാകാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ വാങ്ചുക്കിനെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ പേടിച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? 2 കാര്യങ്ങളാണ് ഇതിനകത്ത്. ഒന്ന്, അദ്ദേഹം ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യമുണ്ട്. അതായത് ഏതെങ്കിലും പ്രധാനമന്ത്രി ഇതുവരെ ഇത്തരത്തിൽ സമരക്കാരെ നേരിട്ട് കാണാൻ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും, 77-ൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലേക്ക് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ JNUവിലെ വിദ്യാർത്ഥികൾ സമരം ചെയ്തിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ കുറ്റപത്രമാണ് അവർ തയ്യാറാക്കിക്കൊണ്ട് ചെന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന വിദ്യാർത്ഥികളെ കണ്ടു. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് JNU സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റ് സീതാറാം യെച്ചൂരി അവർക്കെതിരായിട്ടുള്ള കുറ്റപത്രം വായിക്കുകയായിരുന്നു. ഞാൻ ആ ഫോട്ടോ നമ്മൾ പഴയ മാഗസിനിൽ കാണാം. പുഞ്ചിരിച്ചുകൊണ്ടാണ് ശ്രീമതി ഗാന്ധി അത് മുഴുവൻ കേട്ടതിന് ശേഷം ശരി ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവരകത്ത് പോയി കുട്ടികൾ പിരിഞ്ഞു പോവുകയും ചെയ്തു. നമ്മുടെ രാജ്യത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഇല്ലെന്നല്ല. ഇനിയും നമുക്ക് പറയാൻ കഴിയും ഇത്തരത്തിൽ മന്ത്രിമാർ വന്ന് സംസാരിക്കുന്ന സന്ദർഭങ്ങൾ ഇനിയും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ പോയത് വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികളല്ലല്ലോ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം അങ്ങനെ പോകാൻ കാരണം ഈ വിഷയം അർഹമായ രീതിയിൽ പാർലമെന്റ് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള അവസരം ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നത്.
ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ട്, ഇപ്പോഴീ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നിലപാടുകൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഒരു വരട്ടെ എന്ന്. ഇപ്പൊ ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി CJP എന്ന് പറഞ്ഞു ഞങ്ങൾ ഇനി ചർച്ചയ്ക്കില്ല. കാരണം ഈ ചർച്ച എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആ ഒരു സജഷനും വെച്ചുകൊണ്ടല്ല, അവർ പ്രത്യേകിച്ച് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് വിളിക്കുകയല്ല. ഞങ്ങൾ വിളിക്കുന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണ്. ഇവിടെ സുപ്രധാനമായ 3-4 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ആ ആവശ്യങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നതല്ല, നിങ്ങൾ ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിന്റെ ഉൽപ്പന്നമായി വന്നതാണ് ഈ പറഞ്ഞ 20 പേർ മരിക്കുന്നതും അതുപോലെ തന്നെ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ കുട്ടികൾ, അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി വേണമെന്നുള്ളത് നിങ്ങൾ വരുത്തി വെച്ച ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത് മൂന്നാമത്തെ ഡിമാൻഡായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ അവകാശമാണ്. ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം കൂടി കേൾക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ ജനാധിപത്യം ഏകാധിപത്യത്തിലേക്ക് വഴിമാറും. അതാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിന് മനസ്സിലായിരിക്കുന്നു ഈ പ്രതിഷേധം അത് കൈവിട്ടു പോകുന്നു, അത് ജനങ്ങൾ കൂടുതൽ ഇതിലേക്ക് ആകർഷരാകുന്നു. പല സംസ്ഥാനങ്ങളിലും BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു ഈ ചെയ്യുന്നത് ശരിയല്ല, വിദ്യാർത്ഥികളോടും ചെറുപ്പക്കാരോടും കാണിക്കുന്ന സമീപനം ശരിയല്ല. ഇന്നലത്തെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ പ്രസ്താവന എന്താണ്? അദ്ദേഹം NDA MP-മാരോട് പറയുകയാണ്, ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുക, അവർ നമ്മളിൽ നിന്ന് അകലാൻ തുടങ്ങിയിരിക്കുന്നു. അതാണല്ലോ ഇന്നത്തെ പ്രധാനപ്പെട്ട ഡൽഹിയിലെ ലീഡ് വാർത്ത. അതാണ് പ്രധാനമന്ത്രി NDA MP-മാരോട് പറയുകയാണ്, നിങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുക, കാരണം ജനം നമ്മളിൽ നിന്ന് അകലാൻ തുടങ്ങിയിരിക്കുന്നു വിവിധ വിഷയങ്ങൾ എന്ന ഒരു സൂചന അദ്ദേഹത്തിന് നൽകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന മുഴുവൻ ഇന്റലിജൻസ് സംവിധാനം ഉണ്ടല്ലോ. അതാണല്ലോ ഈ ഡൽഹിയിലേക്ക് തിരമ്പി അലയടിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിലപാട് മാറ്റുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് കണ്ടപ്പോഴാണ് ചർച്ചയാകാം, സംസാരിക്കാം, നമുക്ക് നടപടി സ്വീകരിക്കാം എന്ന തരത്തിലേക്ക് മാറുന്നത്. ശ്രീ വാങ്ചുങ്ങിന്റെ നിരാഹാരം അവസാനിപ്പിക്കുവാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക എന്ന രീതിയിൽ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് കോടതി ഇടപെടേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് ഡൽഹി ഹൈക്കോടതി വളരെ ശക്തമായി പോലീസിന്റെ നടപടികൾ നിശിതമായി വിമർശിച്ചിരിക്കുകയാണ്. അതിശക്തമായ വിമർശനമാണ് ഹൈക്കോടതി ഇന്ന് നടത്തിയിരിക്കുന്നത് പോലീസിനെതിരായി. പോലീസിനോട് ചോദിക്കുകയാണ്, ഇന്ന് പോലീസ് കോടതിയിൽ പറഞ്ഞത് ആസൂത്രണം ചെയ്തു കൊണ്ടുവന്ന ഒരു സമരമാണ് ഇത് എന്ന്. കോടതി ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്? ആരാസൂത്രണം ചെയ്തു? ഈ വന്ന കുട്ടികൾ എവിടെ നിന്നാണ് വരുന്നത്? അവർക്ക് പോലും അറിയില്ല എവിടെയാണ് ഇറങ്ങേണ്ടുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും അറിയാത്ത കുട്ടികൾ എന്ത് ആസൂത്രണം ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്നത് എന്ന് മുഖത്തടിച്ച ചോദ്യമാണെന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നിരിക്കുന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് നിലപാട് മാറ്റാതെ മറ്റു മാർഗമില്ല. അതാണ് ഇപ്പോൾ ഈ നിലപാട് മാറ്റത്തിന് കാരണം. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ സമൂഹം. ആ വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കാൻ നോക്കിയാൽ അതിന് പണി കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും BJP അടി തെറ്റിയിരിക്കുന്നു. പാർലമെന്റിൽ ചർച്ചയാകാം എന്ന നിലപാടിലേക്ക് എത്തുന്നു. എല്ലാം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്, പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അതിനെ ഫാസിസ്റ്റ് നടപടി പോലെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അതിനുള്ള ഫലം കിട്ടുമെന്ന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മോദി ഇത്തരത്തിൽ താഴേക്ക് ഇറങ്ങി വരാൻ തയ്യാറാകുന്നത്. ഏതായാലും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി G. ദേവരാജൻ, മുൻ മന്ത്രിയും UDF പ്രതിനിധിയുമായ ബാബു ദിവാകരൻ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, 3 പേർക്ക് നന്ദി. ബിഗ് ന്യൂസ് സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. ജയ് ഹിന്ദ്.